ഇതിപ്പോൾ എന്താ പറ്റിയെന്നറിയില്ല. അടുക്കളയിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ഡ്രസ്സൊക്കെ നനയുന്നു. ഒരു ഏപ്രിൻ വാങ്ങാൻ പറഞ്ഞപ്പോൾ ഇറച്ചി വെട്ടുകാരിടുന്ന പോലത്തെ ഒരു ഏപ്രിൻ വാങ്ങി വന്നിരിക്കുകയാണ് ഏട്ടൻ. ഇതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, ഒട്ടും തുണിയൊന്നും നനയില്ല, നല്ല കട്ടിയുള്ള ഏപ്രിനാണ്. പക്ഷെ എന്തോ ഇതിട്ടിട്ട് ഞാൻ എന്നെ തന്നെ കണ്ട സമയത്ത് ഭയങ്കര ബോറായിട്ട് തോന്നി. കറക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇറച്ചി വെട്ടാൻ നിൽക്കുന്ന ഒരാളെ പോലെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും രാവിലെ തന്നെ ഞാൻ ഏപ്രിനൊക്കെ ഇട്ടിട്ട് ദോശ ചൂടാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ദോശയൊക്കെ ചൂടുമെങ്കിലും ഇപ്പോഴാണ് നല്ലൊരു ദോശമാവ് ഉണ്ടാക്കിയിട്ട് ദോശ ചൂടാൻ ഞാൻ പഠിച്ചത്. അത് ഏട്ടനും പറയും. ഏട്ടനിപ്പോൾ ഇഷ്ടമാണ് ഞാൻ നെയ്യിൽ ചുട്ടു കൊടുക്കുന്ന ദോശയും നല്ല തേങ്ങാ ചട്നിയും. പിന്നെ പറയണ്ടല്ലോ, തേങ്ങ ഇതുപോലെ ചിരകി ഫ്രീസറിനകത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ്. ചട്നിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തേങ്ങ അതിനകത്ത് നിന്ന് കോരി ഇട്ടിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, തേങ്ങ നമ്മൾ ഇതുപോലെ ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ആവശ്യത്തിന് എടുക്കാൻ പറ്റൂലല്ലോ, അത് കട്ടയായിരിക്കുമല്ലോ എന്നുള്ളത്. ഇവരീ ചോദിച്ച അതേ ഡൗട്ട് ആദ്യം എനിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആണ്. നമ്മൾ തേങ്ങ ചെറിയതിന് ശേഷം ഒരു പ്ലേറ്റിനകത്ത് 1 മണിക്കൂർ ഫ്രീസറിനകത്ത് വെക്കുക. 1 മണിക്കൂറിന് ശേഷം അത് പുറത്തെടുത്ത് കട്ടകളെ കുറച്ച് സാധാ തേങ്ങ പോലെ ആക്കിയിട്ട് അടപ്പുള്ളൊരു ഡപ്പനകത്തിട്ട് അടച്ചിട്ട് ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ ഓവർ കട്ടയൊന്നും പിടിക്കാത്ത രീതിയിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തേങ്ങയായിട്ട് തന്നെ കിട്ടും. പിന്നെ ഞാനിവിടെ എന്തൊക്കെ ചെയ്ത് കാര്യങ്ങൾ എളുപ്പമാക്കിയാലും പെട്ടെന്ന് ഒരു ചായ പിടിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാന്ന് തോന്നുന്നു. ഇന്നും ദോശയൊക്കെ ചുട്ട് ചൂടോടുകൂടി കുടിക്കാൻ നോക്കുമ്പോൾ മോൾ എണീറ്റ് വന്നു. പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കുടിക്കാൻ വേണ്ടിയിരുന്നത്. ആ ടൈമിൽ പിന്നെ ദോശയുടെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, ഒരു വകയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഫുഡെങ്കിലും നേരത്തെ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിനകത്താണ് ചക്കക്കുരു ഇറന്നത്. ഇത് നമ്മൾ ഏകദേശം ഒരു 6-7 മാസം മുമ്പ് വാങ്ങിയതാണ്. ഇപ്പോഴാണ് പുറത്തെടുത്തത്. അന്ന് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് സച്ചിനേട്ടൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഉപയോഗിക്കാതെ വെച്ചതാണ്. പക്ഷെ ഇപ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള ഗുണം എനിക്ക് മനസ്സിലായത്. എത്ര പെട്ടെന്നാണ് ചക്കക്കുരൊക്കെ റെഡിയായി വന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി എടുക്കാം. കൂർക്ക പോലത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. 2-3 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സമയം ചാർജ് ചെയ്തിടണം. പിന്നെ ഉള്ളിലൊന്നും സ്ക്രാച്ച് ഒന്നും വരാത്ത രീതിയിൽ യൂസ് ചെയ്തതിന് ശേഷം ബ്ലേഡൊക്കെ നല്ലോണം കഴുകി ഉണക്കിയിട്ട് വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ മുകളിൽ വരുന്ന സ്വിച്ചോട് കൂടിയിട്ടുള്ള മോട്ടർ നനയ്ക്കാൻ പാടില്ല. പിന്നെ ബ്ലേഡിന് നല്ല മുറിച്ചാണ്. ഫസ്റ്റ് തന്നെ ഏട്ടൻ കൈമുറിച്ചാണ്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. എന്താണെങ്കിൽ ലിങ്ക് വേണ്ടവർക്ക് മോൾ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ.